സൗഹാർദ്ദമായ ഒരു വീട്. അതാണ് തൃശൂർ ജില്ലയിലെ ഒല്ലൂരുള്ള ജോസ് ചേട്ടന്റെ പ്രിയ എന്ന പേരുള്ള ഈ വീട്. വെറും 25 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് വീട് വിശേഷത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. വേനൽ ചൂട് അതിന്റെ എല്ലാ കാഠിന്യത്തോടെയും ചുട്ടുപൊള്ളിക്കുകയാണ് പുറത്ത്. എന്നാൽ തൃശൂർ ഒല്ലൂരുള്ള ജോസ്മോന്റെ വീട്ടിലേക്ക് വന്നാൽ ഒരിളം തണുപ്പ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. വെട്ടുകല്ലിന്റെ മനോഹാരിതയിൽ പണിതുയർത്തിയ ഒരു ബഡ്ജറ്റ് വീടാണിത്. 7 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ വെറും 25 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ വീട് ആരെയും ആകർഷിക്കും വിധം തലയെടുപ്പോടെ നിൽക്കുന്നു. പ്രകൃതി സൗഹാർദ്ദ വീടുകൾ എന്ന വിപ്ലവാത്മകമായ ഒരാശയം മുൻപോട്ട് വെച്ച കോസ്ഫോർ ഗ്രൂപ്പിന്റെ ആർക്കിടെക്റ്റായ ശ്രീ ശാന്തിലാലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സിമന്റും കല്ലും കമ്പിയും ഉപയോഗിച്ചുള്ള വെറും കോൺക്രീറ്റ് കെട്ടിടം മാത്രമായി പോകരുത് വീട് എന്നതും അത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതും ഇണങ്ങി നിൽക്കുന്നതും ആകണമെന്ന ആർക്കിടെക്റ്റിന്റെ ആശയത്തോട് പൂർണ്ണമായി യോജിച്ചിരുന്നു ജോസ്മോനും കുടുംബവും. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും സൗഹൃദത്തിൽ നിന്ന് കൂടിയാണ് ഇത്രയും മനോഹരമായ ഒരു വീട് ഇങ്ങനെ ലാളിത്യത്തോടെ നിൽക്കുന്നത്. കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ആത്തൻകുടി ടൈലുകളാൽ അലങ്കരിച്ച വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ്. 2 തൂണുകൾ ഈ സിറ്റ് ഔട്ടിന്റെ കമനീയത വർദ്ധിപ്പിക്കുന്നു. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, മനോഹരമായ ഒരു കോർട്ട്യാർഡ്, 3 ബെഡ്റൂമുകൾ, കിച്ചൺ എന്നിവയെല്ലാം കൂടി ചേർന്ന ഈ വീട് വളരെ വിശാലമാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു നടുമുറ്റം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ ഒരു ഹാളിലേക്കാണ്. ഹാളിൽ ഒരു വുഡൻ സെറ്റിയും ഒരു കോഫി ടേബിളും ഇട്ടുകൊണ്ട് ഈ സ്പേസ് മനോഹരമാക്കിയിരിക്കുന്നു. ഇതാണല്ലോ ചേട്ടാ ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസ്. ഇതെന്ത് തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് ഇരുമ്പുകൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ പഴയ മരം എടുത്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ശാന്തിലാൽ കൊടുത്ത ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. കസ്റ്റമൈസ് ചെയ്തെടുപ്പിച്ചതാണ്. ഓ അത് ശരി. ഇതിന് മുകളിലെ ചേട്ടാ ഞാൻ വന്നത് ശ്രദ്ധിച്ചു, ഇതെന്താണ് ഈ ഓടിന്റെ? ഇത് വാർക്കയുടെ സമയത്ത് ചൂട് കുറയ്ക്കാൻ വേണ്ടി കോസ്ഫോർഡിന്റെ എല്ലാ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നതാണ്. ഈ ഓട് ഈ വാർക്കയുടെ സമയത്ത് അത് ഓട് ഉപയോഗിച്ചിട്ടാണ് അവർ വാർക്കുന്നത്. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നില് ഈ ഓട് വെച്ചിട്ട് കമ്പി കെട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ നിർമ്മാണ ചെലവ് കുറച്ച് കുറയും. ചൂടിന്റെ താഴേക്ക് വരുന്ന ചൂടിനെ ഇത് പ്രതിരോധിക്കുന്നു. ഇവിടെ ഒരു പകുതി നമ്മള് എല്ലാ വീടുകളും ഇങ്ങനെ അടച്ചു കൂട്ടിയിട്ടുള്ള വീടുകളാണ്. അതുകൊണ്ട് ബാമ്പു ഒരു നിർമ്മാണത്തിന്റെ ഇപ്പോഴത്തെ എല്ലാ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നുണ്ട്. വീട് നിർമ്മാണത്തിന്റെ പ്രധാന ബാമ്പു വരുന്നുണ്ട്. അപ്പൊ ബാമ്പു ഉപയോഗിച്ചിട്ട് ഒരു ചുമര് എങ്ങനെ നിർമ്മിക്കാമെന്ന് ആലോചിച്ചതിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു ചുമര് ബാമ്പു ഉപയോഗിച്ച് മറയ്ക്കാമെന്ന് വിചാരിച്ചത്. ശാന്തിലാലിന്റെ ഐഡിയ. ചെറിയൊരു ഊഞ്ഞാലുണ്ടല്ലേ, ഒരു കോർട്ട്യാർഡ്. ഇങ്ങനെ ഇത് വേണം, ഒരു കോർട്ട്യാർഡ് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ മഴ നേരെ ഇങ്ങോട്ട് വീഴും. ഇങ്ങോട്ട് തെറിച്ച് വീഴുമോ? 2-3 മഴയത്തൊന്നും അങ്ങനെ വെള്ളം തെറിക്കണമൊന്നും പ്രശ്നമില്ല. അതൊക്കെ മഡ് പ്ലാസ്റ്ററിംഗ് ആണ്. ഈ ബോൾ മുഴുവൻ കാണുന്ന ബോളുകളൊക്കെ മണ്ണ് ഉപയോഗിച്ച് തേച്ചിട്ടുള്ളതാണ്. നമ്മള് ടി വി കാണുന്ന സ്വഭാവക്കാര് കുറവാണ്. ഇവിടെ ഇങ്ങനെ ഓരോ ഡെക്കോർ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ആളുണ്ടാക്കുന്നത് ഇതെല്ലാം ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസ് അല്ലേ? ചെറിയൊരു കുടുംബമായതുകൊണ്ട് ചെറിയൊരു കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് അല്ലേ? എനിക്ക് തോന്നിയത് ഈ വീട് കുറച്ച് ട്രഡീഷണൽ ആയിട്ട് തോന്നുകയും കിച്ചൺ കുറച്ച് മോഡേൺ ആയിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഓപ്പൺ കിച്ചണാണ്. അതെ. അപ്പൊ അടുക്കളയിൽ തന്നെ നിന്ന് ജോലി ചെയ്യുന്നു വീട്ടുകാർക്ക് തോന്നുകയില്ല അല്ലേ?
അവിടെ ഇരിക്കുന്നവരോടൊക്കെ വിസിറ്റ് ചെയ്യുന്നവരോട് സംസാരിക്കുകയും ചെയ്യാം. ഇതെന്താ ചേട്ടാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്? ക്രോക്കറി ഷെൽഫിനുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ എല്ലാം കാണുന്ന ക്രോക്കറി ഷെൽഫിന് വ്യത്യസ്തമായിട്ട് കുറച്ച് മുളകളും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തീം കൊണ്ടുവന്നു. ഒരു വിനയ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്താണ് ഇന്ത്യയിലെ ഈ കബോർഡുകളൊക്കെ ചെയ്തത്. വിനയ് ചന്ദ്രൻ അവരാണിത് ഡിസൈൻ ചെയ്തത്. അധികം പൈസ ചെലവാക്കാതെ ആണ് നമ്മൾ ഇതിൽ ഓരോ നിർമ്മാണവും ചെയ്തിരിക്കുന്നത്. കൂടുതൽ പണം ചെലവാക്കാതെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം എന്നുള്ള ആശയത്തിന് പുറത്താണ് നമ്മളെല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമാണ് ഉള്ളതല്ലേ? ഇതൊന്ന് മോളുടെ ബെഡ്റൂമാണ്. ഇത് മറ്റൊരു ബെഡ്റൂമാണ് അല്ലേ? ഇത് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ശരി. അവിടുത്തെ ടൈലിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ് അല്ലേ? യെല്ലോ ബെഡ്റൂമിൽ വ്യത്യസ്തമായ ടൈലുകളാണ് ചെയ്തത്. ഇവിടെ 2 പാളി. എങ്ങനെയാണ് ജനലുകള്? എല്ലാ ജനലുകളും വ്യത്യസ്തമായിട്ടൊന്നല്ലോ, സാധാരണ കുറച്ച് വലിപ്പത്തില് ചെയ്തു. ഇങ്ങനെയാണ് ഇങ്ങനെ ആർച്ച രീതിയിൽ. വീടിന് മുകളിലേക്ക് പോകാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെയറിനുമുണ്ട് ഒരു പ്രത്യേകത. വെറും 10,000 രൂപയ്ക്കാണ് ഈ സ്റ്റെയറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ പാനൽ ചെയ്തിരിക്കുന്നത് പഴയ മരം ഉപയോഗിച്ചിട്ടാണ് പാനൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇരുമ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഈ ഭിത്തി വളരെ കളർഫുൾ ആണല്ലോ ചേട്ടാ. ഇത് നമ്മുടെ ഈ ബീറ് കഴുകി അതിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ചെറിയൊരു ചുമരാണ്. ഇത് രാത്രിയൊക്കെ ആകുമ്പോൾ കുറച്ച് വെളിച്ചം ഉള്ളിലേക്ക് കുറച്ച് കളർഫുൾ ആയിരിക്കും അല്ലേ? നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ ഒരു വശം ജാളി ഉപയോഗിച്ചു. ചൂടിന്റെ എയർ കടന്നു പോകാൻ വേണ്ടിയിട്ട് ജാളി ഭയങ്കരമായിട്ട് സഹായിക്കും. ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ മൊത്തം ചെടികൾ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് എല്ലാം. അത് ശരി. ഈ പാർട്ടീഷൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഇതുപോലെ ചെയ്യണമെന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു? ഡിസൈനറുടെ? അത് ശരി. രണ്ട് സൈഡിൽ വേണമെന്നല്ല, സ്ക്വയർ ഫീറ്റിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ നമുക്കെല്ലാം കാണാൻ പറ്റും അല്ലേ? ചോദിക്കണമെന്ന് വിചാരിച്ചാണ് ചേട്ടാ, ഇതെന്താണ് ഇങ്ങനെ ഒരു സംഭവം? അപ്പുറത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിന്റെ ഒരു ജനലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ ജനല് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പഴയ ഒരു ഷട്ടർ എന്നുള്ള രീതിയിലേക്ക് വ്യത്യസ്തമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ചെയ്തതാണ്. ഇതാണല്ലേ ചേട്ടാ മാസ്റ്റർ ബെഡ്റൂം? ആ ശരി. ഇതിനെപ്പറ്റി എങ്ങനെയാ? ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 150 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. മഡ് പ്ലാസ്റ്ററിംഗ് പഴയ പോലെ എല്ലാ ബെഡ്റൂമിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജനലുകളും കുറച്ച് വലിയ ജനലുകൾ കൊടുത്തു. നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഇതിന്റെ ഉൾവശാണത്. ഇരിക്കാവുന്ന ഒരു സ്പേസ്. ഇത് നമ്മുടെ ബാൽക്കണിയാണ് അല്ലേ? ഇവിടെ ഒരു ചെറിയ വായിക്കാനും ഒക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് ഓപ്പൺ ആയിട്ട്. പഴയ വീടുകളിൽ പൊട്ടില് മാതൃകയിലാണ് ഇത് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വീട് നിർമ്മാണം എന്നുള്ള ഒരു ആശയത്തിലൂടെ ചെയ്തത്? നമ്മളൊരു വീട് നിർമ്മിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹം തോന്നിയ സമയം മുതൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പല ആളുകളൊക്കെ സംസാരിച്ചിരുന്നു. നമ്മൾ കണ്ട യാത്ര പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ ശ്രമിച്ചിരുന്നു. ചില വീടുകൾ കാണാൻ ശ്രമിച്ചിരുന്നു. പിന്നെ മാഗസിനുകൾ അങ്ങനെയൊക്കെ നമ്മളിത് ഫോളോ ചെയ്തിരുന്നു. അങ്ങനെ ഒരു വീട് നമ്മുടെ മനസ്സിലിണങ്ങുന്നൊരു വീട് എങ്ങനെ ഉണ്ടാക്കാൻ എന്നതിനെ സംബന്ധിച്ച്. പക്ഷെ ആ വീടുകളിലൊക്കെ കോൺക്രീറ്റ് വീട് എന്നുള്ള രീതിയിൽ നിന്ന് അപ്പുറത്ത് ഒരുപാട് ആർഭാടം പൂർണ്ണമായ വീടുകളല്ലാതെ നമ്മുടെ ഒരു സാധാരണക്കാരനെ ഇണങ്ങുന്ന ഒരു അധികം സാമ്പത്തിക ബാധ്യത വരുത്താത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി വീടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ സുഹൃത്ത് വഴി ശാന്തിലാലിനെ പരിചയപ്പെടുകയും ശാന്തിലാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രയാർ കോസ്കോഡിലെ എഞ്ചിനീയറാണ്. അദ്ദേഹം ഈ രീതിയിലുള്ള വീട് നിർമ്മാണത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. മാതൃകയാക്കേണ്ടതാണ് ഇത്തരം വീടുകൾ. ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ ഇത്തരം നിർമ്മാണ രീതികൾ മുഖേന പോക്കറ്റ് കാലിയാകാതെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഏതൊരു സാധാരണക്കാരനും സാധിക്കുന്നു. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ വീടുകളെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.